എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമേരിക്ക കൂടി കളത്തിലിറങ്ങിയതോടെ സ്ഥിതിഗതികളൊക്കെ മാറി മറയുകയാണ്. വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ചില നീക്കങ്ങൾ അമേരിക്ക നടത്തിയിരിക്കുന്നു. അതിനോടുള്ള ഇറാന്റെ മറുപടി, അതിനോടുള്ള അമേരിക്കയുടെ മറുപടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി ലോകം കാത്തിരിക്കുന്നുണ്ട്. വലിയ ഭയാശങ്കകൾ ഉണർത്തുന്ന ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ, ഈ രാജ്യങ്ങളൊക്കെ തന്നെ ആശങ്കയിലാണ്. ഏത് തരത്തിലാണ് ഇറാന്റെ അടുത്ത നീക്കം ഉണ്ടാവുക, ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുക, അതിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുക കൂടിയാണ് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ. ഇതൊരു പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഘർഷമോ അല്ലെങ്കിൽ ആശങ്കകളോ ആയി കാണേണ്ടതില്ല. ലോകവ്യാപകമായി തന്നെ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ചില നീക്കങ്ങളാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അതിന്റെ അനുരണനങ്ങൾ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരാക്രമണമല്ല, മറിച്ച് ചില നയതന്ത്രപരമായ തീരുമാനങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ കൂടെയാണ് ലോക വ്യാപാരം ഏറ്റവും പ്രധാനമായി നടക്കുന്നത്. അവിടെ ഹോർമുസ് കടലിടുക്കിൽ കൂടിയൊക്കെയുള്ള ചരക്ക് നീക്കമിനി നടക്കില്ല. തുറമുഖം കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിലൂടെ ചരക്ക് നീക്കം തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഇറാന്റെ ഭാഗത്തുണ്ടാകുക. വലിയ രീതിയിലുള്ള ലോക വ്യാപാര ക്രമത്തെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ്. MC നാസർ ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകും. നാസർ, ഇറാന്റെ ഒരു പ്രത്യാക്രമണം ഏത് രീതിയിലായിരിക്കും എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ നിർണായകമായ തീരുമാനങ്ങൾ കൂടി, അത് ലോകത്തിന്റെ വ്യാപാര ക്രമത്തെ കൂടി അട്ടിമറിക്കുന്ന രീതിയിലുള്ള ചില നിലപാടുകൾ ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇറാൻ ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് എത്രത്തോളം വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും വാണിജ്യ രംഗത്ത്? ജസ്റ്റ് തീർച്ചയായിട്ടും ഹോർമുസ് കടലിടുക്ക് എന്നത് ഒരു 23 കിലോമീറ്റർ മാത്രം ദൈർഘ്യം വരുന്ന ഒരു കപ്പൽ പാതയാണെങ്കിൽ പോലും ഏറ്റവും നിർണായകമായിട്ടുള്ള ലോക സമ്പദ്ഘടനയുടെ സാമ്പത്തിക ധമനികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു കപ്പൽ പാത കൂടിയാണ് ഈ മേഖല. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയിൽ നല്ലൊരു പങ്കും കടന്നു പോകുന്നത് ഇപ്പോൾ സൗദി ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ പൂർണ്ണമായിട്ടും കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. അതുമാത്രമല്ല, ഈ എണ്ണയിൽ 20% ഇപ്പോൾ തന്നെ പ്രയോജനപ്പെടുത്തുന്നത് ചൈന ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളാണ്. അപ്പോൾ അവിടേക്കും ഈ എണ്ണ വരുന്നതിനോ ആ അർത്ഥത്തിലുള്ള തടസ്സങ്ങളും വിലക്കുകളും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം കേവലം ഗൾഫ് മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല. അന്തർദേശീയ തലത്തിൽ, ആഗോളതലത്തിൽ തന്നെ സാമ്പത്തിക രംഗത്ത് അത് പിടിച്ചുലയ്ക്കും. അത് പക്ഷേ അത്തരമൊരു നീക്കവുമായിട്ട് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ അമേരിക്കയും ഇസ്രായേലും അതോടൊപ്പം തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനെ അനുവദിക്കുമെന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഈ കപ്പൽ പാതക്ക് നിയന്ത്രണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൾഫിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ താൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന് നേരെ ഉണ്ടായേക്കും, അല്ലെങ്കിൽ നടത്താൻ താൻ ഒരുക്കമാണ് എന്നൊരു നിലപാടായിരിക്കും ഈ ഘട്ടത്തിൽ ട്രംപ് കൈക്കൊള്ളുക. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും, കാരണം ഇറാനും ഗൾഫ് രാജ്യങ്ങളുമായി ഏറ്റവും നല്ലൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ കപ്പൽ പാത നിയന്ത്രിക്കുക അല്ലെങ്കിൽ അത് തടയുന്ന ഒരു സാഹചര്യം വന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളെയും അത് പ്രതികൂലമായിട്ട് ബാധിക്കും. അവരുടെ വികസന സാമ്പത്തിക നിക്ഷേപ മാർഗങ്ങളെ അത് തീർച്ചയായിട്ടും ഹനിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും. അത്തരമൊരു നീക്കം ഇറാൻ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഈ ഗൾഫും ഇറാനും തമ്മിലുള്ള ബന്ധത്തെയും മോശമായി തന്നെ ബാധിക്കും. ഈവൻ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അതിനോട് അനുകൂലമായിട്ട് പ്രതികരിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ചോയ്സുകൾ മാത്രമേ അതിന് മുമ്പാകെ ഉള്ളൂ. ഒന്ന്, അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തുക. അത് പക്ഷേ എത്ര കാലം, എത്ര വ്യാപ്തിയിൽ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ആകെയുള്ളത് ഇതേപോലുള്ള അന്തർദേശീയ സമ്പദ്ഘടനയെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഏറ്റവും തങ്ങളുടെ കയ്യിലുള്ള ഒരു വജ്രായുധം എന്നത് ഈ ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. അവിടെ ഏത് നിയന്ത്രണം വരികയാണെങ്കിലും അതിൻ്റെ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ലോക സമ്പദ്ഘടന തന്നെയായിരിക്കും. അത്തരമൊരു നീക്കം പക്ഷേ എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ആ നിയന്ത്രണവുമായിട്ട് ചലിക്കാൻ ഇറാന് സാധിക്കുമെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അല്പം മുമ്പ് നെതന്യാഹുവിൻ്റെ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് നേരെയുള്ള ഏറ്റവും വലിയൊരു ഭീഷണി ചെറുക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ 3 ആണവ കേന്ദ്രങ്ങളിൽ, നതാൻസ്, അതോടൊപ്പം തന്നെ ഫോദോ ഉൾപ്പെടെയുള്ള ഈ 3 കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ഈ ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടി താൻ ട്രംപിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. പക്ഷേ ഞങ്ങൾ തുടർ നീക്കങ്ങളെക്കുറിച്ച് കൂടി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുകൂടി നെതന്യാഹു വ്യക്തമാക്കുമ്പോൾ ഒരു ഭാവിയിൽ കുറെ കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ
തന്നെ ഈ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളിയെ ചെറുക്കാനാണ് നെതന്യാഹു നീങ്ങുന്നത് എന്ന കാര്യം ഉറപ്പാണ്. അത് വരികയാണെങ്കിൽ ഇറാൻ ഏത് നീക്കം നടത്തിയാലും അതിനെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് രാജ്യത്തോട് നടത്തിയ ടെലിവിഷൻ സംഭാഷണത്തിൽ ട്രംപും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥിതിഗതികൾ എന്നത് ഏകപക്ഷീയമായിട്ടോ ഇനി അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത കുറവാണ്. ചൈന, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏതർത്ഥത്തിൽ ഇത്തരമൊരു തുറന്ന യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ സഹായിക്കും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ മേഖലയുടെ ഭാവി, അതിൻ്റെ സുരക്ഷ, കെട്ടുറപ്പ്, ഇവിടുത്തെ സാമ്പത്തിക നിക്ഷേപ താല്പര്യങ്ങൾ, അതിനൊക്കെ തന്നെ ഇത് വലിയൊരു ആഘാതമായിട്ട് മാറുകയാണ്. കാരണം ഒരിക്കലും നനച്ചിരിക്കാതെ രമ്യമായിട്ടുള്ള ഒരു നയതന്ത്ര പരിഹാരമൊക്കെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു ഇന്നലെ ഇസ്തംബൂളിൽ ചേർന്ന OIC സമ്മേളനം പങ്കുവച്ചത്. അവിടെ സമ്മേളിച്ച 6 വിദേശകാര്യ മന്ത്രിമാരും ഗൾഫ് മേഖലയിൽ നിന്നുള്ള അവർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുമായിട്ടും വിശദമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. അതുകൊണ്ട് രമ്യമായിട്ടുള്ള നയതന്ത്ര പരിഹാരത്തിന് നിങ്ങളും ശ്രമിക്കണമെന്ന നിർദ്ദേശമായിരുന്നു ഈ ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഒരു ഉറപ്പുകൂടി ഈ ഗൾഫ് രാജ്യങ്ങൾ ഇറാന് നൽകിയിട്ടുണ്ട്. തങ്ങളുടെ മണ്ണിലുള്ള അമേരിക്കൻ താവളങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഇറാനെതിരായിട്ടുള്ള ഒരു ആക്രമണം നടക്കില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പും ഈ ഗൾഫ് രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനി ഈ സ്ഥിതിഗതികളൊക്കെയും മാറി മറയും. കാരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ആക്രമണം വന്നാൽ അത് പിന്നെ പ്രതിരോധിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കെ ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളുടെ പോലും പിടുത്തത്തിൽ നിന്ന് കാര്യങ്ങൾ വഴിവിട്ടു പോവുകയാണ് എന്ന കാര്യം കൂടുതൽ ബോധ്യപ്പെട്ട് വരികയാണ്. ജിൽസി, തീർച്ചയായിട്ടും ഇനി ആരുടെ കയ്യിലാണ് കാര്യങ്ങൾ നിൽക്കുക എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അതേസമയം ഇറാന്റെ ഒരു പ്രത്യാക്രമണം ഏത് സമയവും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഇപ്പോൾ അത്തരം വാർത്തകൾ കൂടി വരുന്നുണ്ട്. മുഴുവൻ വിമാനത്താവളങ്ങളും ഇസ്രായേലിൽ അടച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇറാന്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകും. അത് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് ലോകം ആശങ്കയോടെ നോക്കുന്നത്. അങ്ങനെ